നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നീണ്ട അന്വേഷണം, പക്ഷേ എങ്ങുമെത്തുന്നില്ല. കേസിൽ പ്രത്യക്ഷത്തിൽ വമ്പന്മാർ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവർ സുരക്ഷിതമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ശബരിമല കൊള്ളയിൽ കള്ളൻ കപ്പലിലുണ്ട് എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്നതാണ് യാഥാർത്ഥ്യവും. എന്നാൽ ഉന്നതങ്ങളിൽ പിടിയുള്ള ഏമാമാരുണ്ടെങ്കിൽ എന്ത് കൊള്ള നടത്തിയാലും നിയമം പോലും ശിക്ഷിക്കില്ല എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എത്ര നാൾ പിണറായി സർക്കാർ സംരക്ഷിക്കും? എന്തായാലും ഇതിന്റെ ഭാഗമായി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഇനി എന്തായാലും ഈ കേസിൽ നിർണായകമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം മാസം പലത് നീണ്ടിട്ടും കാര്യമായ പുരോഗതിയില്ലാതെ നീളുന്ന സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഫ്രണ്ടിൽ തെളിയുകയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 60 ദിവസത്തിനധികം പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമെന്ന നിയമപരമായ ആനുകൂല്യമാണ് ഇവർക്ക് തുണയാകുന്നത്. ജയിൽ മോചിതരാകുന്ന 2 പേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17 ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് പിടിയിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാൻ SITക്ക് സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N വാസു, A പത്മകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധിയും ഉടൻ 60 ദിവസം തികയുന്നതോടെ പ്രതികളെല്ലാം ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള പഴുതുകൾ കൂടി ഒരുങ്ങുകയാണ്. 3 മാസത്തോളമായി തുടരുന്ന അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചെന്നോ എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നോ കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇത് അവരുടെ പരാജയമായി തന്നെയാണ് വിലയിരുത്തുന്നത്. കേസിൽ വൻ തോക്കുകളുടെ പങ്കാളിത്തത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ സൂചന നൽകിയിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെ കുറിച്ച് വ്യക്തത വരുത്താൻ SITക്ക് ഇതുവരെയും സാധിച്ചില്ല. അന്വേഷണത്തിനായി ഹൈക്കോടതി അനുവദിച്ച സമയം തീരാൻ ഇനി വെറും 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി N വാസു സുപ്രീം കോടതി ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഉന്നതരുടെ വിവരങ്ങൾ കൈവശമുണ്ടായിട്ടും അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം മടിക്കുന്നതിന് പിന്നിൽ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ADGP H വെങ്കടേഷിനെ മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്താൻ ഹൈക്കോടതി തയ്യാറായേക്കുമെന്ന ചർച്ചകളും പോലീസ് വൃത്തങ്ങൾ സജീവമാക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് CBIക്ക് വിടണമെന്ന കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ ചെയ്തതോടെ സംസ്ഥാന സർക്കാരും അങ്ങ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സ്വതന്ത്രപരമായ അന്വേഷണം വെല്ലുവിളിയായതിനാൽ കേസ് ഒഴിഞ്ഞു കിട്ടാൻ പോലും പോലീസിന് താല്പര്യമുണ്ടെന്നാണ് സൂചന. എന്നാൽ CBI അന്വേഷണം വന്നാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നുണ്ട്. BJP CBI അന്വേഷണത്തിനായി കരുക്കൾ നീക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം എന്തുകൊണ്ടും നിർണായകമാകും.